നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ജൂൺ 4-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കെ ഇന്നിപ്പോൾ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരിക്കുന്നു. എല്ലാ എക്സിറ്റ് പോളുകളും നരേന്ദ്രമോദി സർക്കാരിന്റെ തുടർച്ച പ്രവചിക്കുകയാണ്. 350 സീറ്റുകൾ വരെയെങ്കിലും നേടി NDA സർക്കാർ അധികാരം ആവർത്തിക്കും എന്നാണ് എല്ലാ സർവേകളും പറയുന്നത്. ഇന്ത്യ സഖ്യത്തിന് എന്തെങ്കിലും അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് ഒരേപോലെ ഏതാണ്ട് എല്ലാ സർവേകളും പറയുന്നു. കർണാടകയിലോ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, തെലങ്കാനയിലോ എവിടെയെങ്കിലും അത്ഭുതമുണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമെന്ന് എവിടെയും പ്രവചിക്കപ്പെടുന്നില്ല എന്നത് എടുത്തു കാണേണ്ട കാര്യമാണ്. ഒപ്പം ഏറ്റവും പ്രധാന സംഗതി, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്ന ഒരു സീറ്റല്ല, 1 മുതൽ 3 വരെ സീറ്റുകൾ നേടിയേക്കാമെന്നാണ് മിക്കവാറും എല്ലാ ഏജൻസികളും ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ ഒരു ആവറേജ് എടുത്താൽ 2 സീറ്റിൽ എന്തായാലും കേരളത്തിൽ BJP ജയിക്കാൻ പോകുന്നു എന്ന് പറയാത്ത ഒരു ഏജൻസിയും ഇല്ല എന്നാണ്. ഒരേ ഒരു ഏജൻസി മാത്രമാണ് 0 to 1 എന്ന് NDAക്ക് പ്രവചിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തിരിച്ചടി അഭിമുഖീകരിക്കാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പ്രവചിക്കുന്നു ഒരു കൂട്ടം സർവേകൾ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ. UDFന്റെ ഒരു മുന്നേറ്റം തന്നെ പ്രവചിക്കപ്പെടുന്നു. UDF 19 സീറ്റ് വരെ നേടിയേക്കാം എന്ന് ഒരു ഏജൻസി പ്രവചിക്കുന്നുണ്ട്. എക്സിറ്റ് പോളുകൾ പറയുന്നത് എന്താണ്? രാജ്യത്തിൻ്റെ പൊതുവായ അന്തരീക്ഷം എന്താണെന്നതിനെ ശരിയാവണ്ണം അത് പ്രതിഫലിക്കുകയാണോ? അങ്ങനെയെങ്കിൽ എവിടെയാണ് ഇന്ത്യ സഖ്യത്തിന് പാളിയത്? എവിടെയാണ് നരേന്ദ്രമോദിക്ക് നേട്ടമുണ്ടായത്? ഏത് ഫാക്ടറാണ്, ഏത് ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു പ്രധാന സംഗതിയായി എടുത്തത്? ഒരു സുസ്ഥിരതയുള്ള നരേന്ദ്രമോദിയെ പോലെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലീഡറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം വരണം എന്ന് പൊതുവായി ജനങ്ങൾ ആഗ്രഹിച്ചോ? അതോ അതിനപ്പുറത്തേക്ക് പലതരത്തിലുള്ള വിഭജന സ്വഭാവമുള്ള അജണ്ടകൾ പ്രധാന കണ്ണിയായി പ്രവർത്തിച്ചോ? കേരളത്തിൽ BJP ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണോ ഈ തെരഞ്ഞെടുപ്പ് വഴി എന്നത് അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ജയസൂര്യൻ BJP നേതാവ്, ഷാഫി ചാലിയ മുസ്ലിം ലീഗിൽ നിന്ന്, അഡ്വക്കേറ്റ് N. ലാൽകുമാർ ഇടത് നിരീക്ഷകൻ, ആനന്ദ് കൊച്ചുകുടി മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ് ഉള്ളത്. ആദ്യം ലാൽകുമാർ, ഈ എക്സിറ്റ് പോളുകൾ കാണുമ്പോൾ എന്ത് തോന്നുന്നു? കേരളത്തിലടക്കം BJP മുന്നേറ്റം നടത്തുന്നതിൻ്റെ ഒരു സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. അല്ല, എനിക്ക് ആ നമ്പേഴ്സിൽ, നോർത്ത് ഇന്ത്യൻ നമ്പേഴ്സ്, ഗ്രൗണ്ട് റിയാലിറ്റി നമുക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷെ കേരളത്തിലെ അവർ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് പല ചാനലുകളും കാണിക്കുന്ന, അല്ലെങ്കിൽ പല സർവേയും കാണിക്കുന്നത് ക്വൈറ്റ് ഇമ്പോസിബിൾ എന്നുള്ള രീതിയിലാണ് ഞാൻ കണക്കാക്കുന്നത്. കാര്യം കേരളത്തിൽ എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ BJPക്ക് സീറ്റ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. പിന്നെ ഈ 4 തൊട്ട് 5 സീറ്റ് വരെയൊക്കെ CPMന് കിട്ടുന്നു, അതൊക്കെ പറയുന്ന എല്ലാം ഉണ്ട്. പല മിക്സ് ഓഫ് തിങ്സ് അതിൻ്റെ അകത്തുണ്ട്. അപ്പം അത് ഈ പറയുന്ന BJPയുടെ സീറ്റിനെ കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നതെങ്കിൽ എൻ്റെ വ്യക്തിപരമായ വിശ്വാസം BJPക്ക് കേരളത്തിൽ സീറ്റ് കാണില്ല എന്നാണ് ആദ്യത്തെ ഇത്. കാര്യം അതിപ്പം എക്സിറ്റ് പോളുകൾ പലപ്പോഴും, കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1 സീറ്റ് BJPക്ക് അവർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും ഈ പറയുന്ന വലിയ ഏജൻസികളെല്ലാം പലപ്പോഴും പറയുന്നതാണ് കേരളത്തിൽ സീറ്റ് കിട്ടും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവര് കേരളത്തിൽ BJPക്ക് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞു. അതിന് എൻ്റെ ലോജിക്ക്, കേരളത്തിൽ ഒരു നിയമസഭയിൽ പോലും ജയിക്കാത്ത ഒരു പാർട്ടിക്ക് ഒരു പാർലമെന്റിൽ അത്ര എളുപ്പം വിജയിക്കാൻ കഴിയില്ല. ഇവർ പറഞ്ഞ പോലെ 3-ലേക്കൊക്കെ എത്തുന്ന നമ്പർ ഇറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഐ ക്യാൻ ബി റോങ്. നാളെ 4-ാം തീയതി എണ്ണി കഴിയുമ്പം തോറ്റില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിഡ്രോ ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ സ്റ്റേറ്റ്മെന്റ് വിഡ്രോ ചെയ്യാം. അതിപ്പം അതിന് പ്രസക്തിയില്ല പിന്നെ അത് പറയുന്നതിന്. അപ്പൊ എൻ്റെ വ്യക്തിപരമായ ആദ്യത്തെ വിലയിരുത്തി, ഇപ്പൊ ഈ പല ചാനലുകളും പറഞ്ഞിരിക്കും, പല എക്സിറ്റ് പോൾ സർവേയും പറഞ്ഞിരിക്കുന്ന 27% വോട്ടൊക്കെ BJPക്ക് കിട്ടുമെന്നാണ്. അതൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല. ഈ പറയുന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ ആള് തന്നെ നിങ്ങളുടെ ബാലഗോപാൽ B. നായർ, പഴയ ഇപ്പൊ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ, അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ആക്സിസ് മൈ ഇന്ത്യയുടെ ആള് പറഞ്ഞിരിക്കുന്നത് വലിയ പെർഫോമൻസ് പത്തനംതിട്ടയിൽ കാഴ്ചവെച്ചിരിക്കുന്നു BJP അനിൽ ആന്റണി എന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നതാണ്. അനിൽ ആന്റണിക്ക് ഈ പറയുന്ന സുരേന്ദ്രൻ പിടിച്ച വോട്ടിലേക്ക് ഒരു കാരണവശാലും എത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സുരേന്ദ്രൻ BJPയുടെ നേതാവ് തന്നെയാണല്ലോ. അപ്പം ഒരു കാരണവശാലും അദ്ദേഹം എത്തില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം എനിക്കുള്ളതൊരു പറഞ്ഞല്ലേ, നോർത്ത് ഇന്ത്യയെ കുറിച്ച് പറയുന്നതിനെക്കാട്ടിലും ആധികാരികമായി നമുക്ക് ഈ സംസ്ഥാനത്തെ കുറിച്ച് കൂടുതൽ വിലയിരുത്തൽ നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം കർണാടകത്തിലേക്ക്, അടുത്ത സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ കർണാടകത്തിൽ എടുക്കുക. കർണാടകത്തിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല BJPക്ക് ഇത്രത്തോളം ഒരു സ്വീപ്പിംഗ് മെജോറിറ്റി അവിടെ കിട്ടുമെന്ന്. അത് ഞാൻ പറഞ്ഞ എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. മഹാരാഷ്ട്രയിൽ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഐ ഡോണ്ട് ഫൈൻഡ് എനി റീസൺ. പിന്നെ അല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ, താങ്കൾ പറയുന്നത് പോലെ ഒരു വലിയ വേവ് അപ്പുറത്തേക്ക് അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് 4th ഇങ്ങനൊരു കാര്യം നടക്കുവാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അവിടെ ഒരു വേവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു വേവ് ഉണ്ടായിരുന്നു, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആസ് ഓഫ് നൗ
ഈ പറയുന്ന എക്സിറ്റ് പോൾ നമ്പേഴ്സിൽ ആ കേരളത്തിന്റെ വെച്ച് നോക്കിയിട്ടുള്ള എക്സ്ട്രാപ്പൊളേഷനാണ് ഞാൻ എടുക്കുന്നത്. കാര്യം ഇതിനകത്ത് പലപ്പോഴും പല മാർക്കറ്റ് ട്രിക്സും വർക്ക് ചെയ്യാറുണ്ട്. പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റിന്റെ ഷെയർ സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇതൊക്കെ പല കാര്യങ്ങളും ഇതിനകത്ത് വരാറുണ്ട്. ഞാൻ ഒഴിഞ്ഞു മാറി സംസാരിക്കുകയാണ്. ഡൈജസ്റ്റിംഗ് അല്ല എന്നാണ് ലാൽ പറയുന്നത്. ഇത് അതെ ഞാൻ പറഞ്ഞു. ഞാനിപ്പോ പറഞ്ഞോലേ, ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിലുള്ള ഒരു പാർട്ടി തോക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ നോർത്ത് ഇന്ത്യയിൽ ഇപ്പം കോൺഗ്രസിന്റെ പൊസിഷൻ, സമാജ്വാദി പാർട്ടിയുടെ പൊസിഷൻ, ഇതൊന്നും എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ചിലപ്പോൾ എന്റെ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ കൊണ്ടും ആകാം. അതിനകത്ത് ഞാൻ കൂടുതൽ കയറി ഇങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ അടിസ്ഥാനപരമായി ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ ഒബ്സർവ് ചെയ്യുന്ന രാഷ്ട്രീയം, കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും ഈ പറയുന്ന പെർസെന്റേജ് വോട്ട് ബി ജെ പി കിട്ടില്ല. കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് 3 എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അതാണ് ലാൽകുമാർ വ്യക്തിപരമായി കാണുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. കേരളത്തിൽ ബി ജെ പിക്ക് അങ്ങനെ ഒരു വിന്നബിലിറ്റി ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഈ എക്സിറ്റ് പോളിനെ എങ്ങനെയാണ് കാണുന്നത്? ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു അത്ഭുതവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ പ്രവചനത്തിന്റെ പൊതു സ്വഭാവം. രണ്ടാമത്തത്, കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കാൻ പോകുന്ന വലിയ മുന്നേറ്റമാണ്. 3 സീറ്റ് വരെ നേടിയേക്കാമെന്നാണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റി പോലും 3 സീറ്റ് എന്നാണ് അവരുടെ പ്രവചനം, അവരുടെ കണക്ക് കൂട്ടൽ. അവർ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഐ തിങ്ക് ആറ്റിങ്ങലിലും അവർ വിജയിക്കാൻ പോകുന്നു എന്നതാണ്. അതേതാണ്ട് അതേപടി എക്സിറ്റ് പോളിലും കാണാൻ കഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ ജൂൺ 4 സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഇന്നിപ്പോൾ എക്സിറ്റ് പോളിൽ കണ്ടത് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നില്ല. പക്ഷെ ഒരു സീറ്റ്, അതായത് തൃശ്ശൂർ ബി ജെ പി ജയിക്കാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ ഈ മീഡിയ വണ്ണിലടക്കം ചാനലുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിന്റെ കാരണങ്ങൾ ഞാൻ തന്നെ അവിടെ പലതവണ പോയി ഒത്തിരി ആൾക്കാരുമായി സംസാരിച്ച് അവിടെ സ്ത്രീകൾ ഒരു വിഭാഗം, ഒരു പ്രത്യേക എന്താ പറയുന്ന ഒരു ഏജ് കാറ്റഗറിയിലുള്ള സ്ത്രീകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ഉള്ള ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗം വോട്ട് ചെയ്യും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് നമ്മൾ ഒത്തിരി ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ കിട്ടുന്ന ഒരു ഇതാണ്, ഒരു എന്താ പറയുക, ഇൻറ്റ്യൂഷനാണ്. അപ്പോൾ അവിടെ ബി ജെ പി സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കൂടിയായിരിക്കാം, പക്ഷേ അവിടെ നല്ലൊരു സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതിയിരുന്നു. പിന്നെ രണ്ടാമത്തെ സാധ്യത തിരുവനന്തപുരമായിരുന്നു. അവിടെ തുടക്കം മുതൽ രാജീവ് ചന്ദ്രശേഖരൻ വലിയ ക്യാമ്പയിനൊക്കെ നടത്തിയെങ്കിലും ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ പ്രവചനം അനുസരിച്ച് അവിടെ തുല്യ രീതിയിലെന്നാണ്. അവിടെ ഇപ്പോഴും ശശി തരൂർ തന്നെ ജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആറ്റിങ്ങലിൽ ജയിക്കില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പത്തനംതിട്ടയിലും ജയിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ ഇവിടെ ലാൽകുമാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പിടിച്ച വോട്ട് അനിൽ ആന്റണിക്ക് പിടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ടുഡേയിലാണ് ഇപ്പോൾ ഈ 27% പറയുന്നത്. അപ്പോൾ ആ ഇന്ത്യ ടുഡേയിൽ ചർച്ചയിലിരിക്കുന്ന TS സുധീർ എന്ന് പറയുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഈ ഫിഗേഴ്സ് കിട്ടിയപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ചോദിച്ചു, ആനന്ദ് ഇത് എന്താ പറയുന്നത്, ഇത് വിശ്വസനീയമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വിശ്വസനീയമല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ ആ ചർച്ചയിൽ പ്രദീപ് ഗുപ്തയോട് പറയുന്നുണ്ട് ഇത് ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അവർ ഈ ഒരു സീറ്റ് കിട്ടുന്നതിനായിരിക്കാം ഇത്രയും പൊലിപ്പിച്ച് 1 മുതൽ 3 വരെ അല്ലെങ്കിൽ 2 മുതൽ 3 വരെ. അപ്പോൾ പ്രദീപ് ഗുപ്തയോട് തന്നെ ചോദിക്കുന്നുണ്ട് ഏതൊക്കെ സീറ്റുകളാണെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തൃശ്ശൂർ ഉറപ്പ് പറയുന്നുണ്ട്, രണ്ടാമത് തിരുവനന്തപുരം ഒപ്പത്തിനൊപ്പം എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്നാൽ ആരാ ജയിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്ന 3ാമത്തെ സീറ്റ് ആറ്റിങ്ങൽ ബി ജെ പിയുടെ തന്നെ അവരിപ്പോൾ നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ അവരുടെ കോർ കമ്മിറ്റി വിലയിരുത്തിയ രീതിയിലുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ബി ജെ പി കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ട് ശതമാനം കൂടും, 18-20 എത്താം എന്ന് നമ്മൾ കരുതുന്നു. അത് പക്ഷേ ഇത്രയും ഒരു 25 ഒരിക്കലും എത്തില്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ, ഞാൻ തുടക്കം മുതലേ ഈ ചർച്ചകളിലൊക്കെ പറഞ്ഞിരുന്നു, ഈ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ബീഹാറിലൊക്കെ ബി ജെ പിയുടെ സഖ്യത്തിന് അരിത്തമെറ്റിക് വളരെ നല്ല അരിത്തമെറ്റിക്കാണ്. അപ്പോൾ യോഗേന്ദ്ര യാദവ് ഒക്കെ അവിടെ RJD ഭയങ്കരമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അവരുടെ കൂടെയുള്ള പാർട്ടികളുടെ സംഖ്യ നോക്കിയാൽ ഇപ്പോൾ അവരുടെ കൂടെയുള്ളത് ആകെ കോൺഗ്രസും, അതായത് നിലംപരിശായ കോൺഗ്രസും CPI ML എന്ന പാർട്ടിയും പിന്നെ CPM നമ്മുടെ നാട്ടിലുള്ള CPM-ഉം CPI-യും ഒക്കെയാണ്. പിന്നെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്ന് പറയുന്ന ഈ ഫിഷർമെൻ കമ്മ്യൂണിറ്റിയുടെ, നിഷാദ് കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടിയുണ്ട്, അവർക്ക് 3 സീറ്റ് കൊടുത്തിട്ടുണ്ട്. മറുവശത്താണെങ്കിൽ JDU ഉണ്ട്, പാസ്വാന്റെ പാർട്ടിയുണ്ട്, കുശ്വാഹയുടെ പാർട്ടിയുണ്ട്, ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിയുണ്ട്. അപ്പോൾ തുടക്കം തൊട്ടേ ഈ കണക്കൂട്ടലുകളൊന്നും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. അത് ഇപ്പോൾ കർണാടകയിലെ കാര്യം, കർണാടകയിൽ ഞാൻ ഉൾപ്പെടെ വിചാരിച്ചിരുന്നത് ഇതിനേക്കാൾ നന്നായി കോൺഗ്രസിന് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സർക്കാരുണ്ട്. പക്ഷേ അവിടെ പോലും കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയതുപോലെയുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ 2-3 സീറ്റുകൾ കൂട്ടാനേ പറ്റുകയുള്ളൂ എന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ പറയുന്നത്. അപ്പോൾ
മൊത്തത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ കഴിഞ്ഞ തവണത്തെ ആ ഒരു വലിയ വോട്ട് വ്യത്യാസം അത് എല്ലാ 224 303 സീറ്റുകൾ BJP ജയിച്ചപ്പോൾ അതിൽ 224 സീറ്റുകൾ ജയിച്ചത് 50% വോട്ടുകൾ നേടിക്കൊണ്ടാണ്, അല്ലെങ്കിൽ 50 തൊട്ട് 70 വരെ ശതമാനം വോട്ടുകൾ നേടിക്കൊണ്ടാണ്. ആ ശതമാനം എത്രമാത്രം കുറയ്ക്കാൻ പറ്റും, എത്രമാത്രം സ്വിങ് ചെയ്യിക്കാൻ പറ്റും, ഇപ്പുറത്തേക്ക് എത്ര മറിക്കാൻ പറ്റും എന്നുള്ളിടത്താണ് ഇന്ത്യ മുന്നണിക്ക് എത്ര സീറ്റുകൾ ജയിക്കാൻ പറ്റുമെന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അതിലെ ഏറ്റവും വീക്ക് ലിങ്ക് ആയിട്ടുള്ള കോൺഗ്രസ് തന്നെയാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടുന്ന 200 സീറ്റുകളിൽ കോൺഗ്രസിന് ഒരു 25%, അതായത് 200-ൽ ഒരു 50 സീറ്റെങ്കിലും ജയിക്കാൻ പറ്റിയെങ്കിലാണ് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമുള്ളായിരുന്നു. പക്ഷേ അതുപോലും കോൺഗ്രസിന് പറ്റുന്നില്ല എന്നാണ് ഇതുവരെ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല ആനന്ദ്, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ എക്സിറ്റ് പോളിന്റെ പൂർണ്ണ വിശ്വാസത്തിൽ താങ്കൾ എടുക്കുന്നില്ല. അതേ എക്സിറ്റ് പോളുകൾ നോർത്ത് ഇന്ത്യയിൽ പറയുന്ന സംഗതികൾ എന്നാൽ സാധ്യതയുള്ളതാണെന്ന് വിചാരിക്കുകയും ചെയ്യുകയാണ്, അങ്ങനെയാണോ? അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ എക്സിറ്റ് പോൾ വരുന്നതിന് മുൻപേ തന്നെ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, ആ കാൽക്കുലേഷനുമായിട്ട് അത്യാവശ്യം യോജിക്കുന്നതാണ് നോർത്ത് ഇന്ത്യയിലെ കാൽക്കുലേഷൻ. നോർത്ത് ഇന്ത്യയിലെ അഡ്വക്കേറ്റ് ജയസൂര്യൻ BJP നേതാവ് നമ്മുടെ കൂടെ ഉണ്ട്. ജയസൂര്യൻ, BJPക്ക് ഏതെങ്കിലും നിലയ്ക്ക് ഒരു പരാജയത്തിന്റെ അല്ലെങ്കിൽ ഒരു വീഴ്ചയുടെ ലോസിന്റെ സാഹചര്യം ഒരു ഏജൻസിയും പ്രവചിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യം വോട്ട് ചിതറാതിരിക്കാൻ അപ്പുറത്തൊരു വലിയ സഖ്യം ഉണ്ടാക്കി, അവർ ഒരുപാട് ജീവിത പ്രശ്നങ്ങളെ മുന്നോട്ട് വെച്ചു, അസാധാരണമായിട്ടുള്ളൊരു ക്യാമ്പയിൻ മെത്തേഡ് എടുത്തു, എന്നിട്ട് കൂടി മോദിയുടെ തുടർച്ച പ്രവചിക്കപ്പെടുന്നു പറയുമ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കീ ഫാക്ടർ എന്തായിരുന്നു എന്നാണ് നിങ്ങളുടെ ഒരു കാഴ്ച? മോദി തന്നെയായിരുന്നു, മോദിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട, മോദി എന്ന് പറഞ്ഞ വ്യക്തി നേതാവായിരുന്നു എന്നാണോ? അങ്ങനെയല്ല, ഞങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ സർവേ ഫലങ്ങൾ കഴിഞ്ഞ 2014-ലും 2019-ലും BJPക്കും അതുപോലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും തന്നിരുന്ന സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ 2014-ൽ 8 സർവേകളാണ് ഇന്ത്യയിൽ നടന്നത്, പ്രമുഖമായിട്ടുള്ള 8 സർവേകൾ. ആ 8 സർവേകളും BJPക്ക് പ്രവചിച്ചിരുന്ന സീറ്റുകളെക്കാൾ 53 സീറ്റ് കൂടുതലാണ് റിസൾട്ട് വന്നപ്പോൾ കിട്ടിയത്. അത് 2014-ൽ. എന്നാൽ 2019-ലേക്ക് വന്നപ്പോൾ 13 സർവേകളാണ് നടന്നത്. ഈ 13 സർവേകളും പറഞ്ഞതിനേക്കാൾ 47 സീറ്റ് BJPക്ക് കൂടുതൽ കിട്ടി. ഇത് കഴിഞ്ഞ 2 ഇലക്ഷന്റെ ഒരു കൃത്യമായ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇത്തവണത്തെ ഇലക്ഷനിൽ ഈ സർവേകളും എക്സിറ്റ് 2009 കൃത്യമായിട്ട് പറയാം, എൻ്റെ ഉണ്ട്. 2009-ല് BJPക്ക് പറഞ്ഞതിനേക്കാൾ 22 സീറ്റ് കുറച്ചപ്പോൾ UPIക്ക് പറഞ്ഞതിനേക്കാൾ 54 സീറ്റ് കൂട്ടി. അത് 2009-ലെ കണക്ക്. ഞാനിത് മൂന്നും പറയാം. ഇത് മൂന്നും പറയുമ്പോൾ ഈ പറഞ്ഞ എക്സിറ്റ് പോളുകളും സർവേകളും ഒന്നും കൃത്യമായിട്ടുള്ള കണക്ക് തരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യക്തമായ കാരണം. അത് ഒന്ന്. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കണക്കുകളെ അതേപടി വിശ്വസിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇലക്ഷന്റെ പ്രചരണ രംഗത്ത് BJP പറഞ്ഞ ഒരു കാര്യം ആരും ശ്രദ്ധിക്കാതെ പോയി. ഞങ്ങളത് നിരന്തരമായി പറഞ്ഞിരുന്നു, ലാഭാർത്ഥി എന്ന ഒരു വാക്ക് ആരും മൈൻഡ് ചെയ്തില്ല. അവിടെയാണ് ഞങ്ങൾ ശരിക്കും ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു ചെന്നത്. ലാഭാർത്ഥി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ ഓരോ വീട്ടിലും എത്ര രൂപ എത്തിച്ചു, ഓരോ പദ്ധതികൾ വഴിയായിട്ട് ഓരോ വ്യക്തിക്കും എത്ര രൂപ വീതം കിട്ടി. ഈ കണക്ക് വളരെ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ ആസേതു ഹിമാചലം, അത് തമിഴ്നാട്, കേരളം ഉൾപ്പെടെ കാശ്മീർ വരെ ഞങ്ങൾ പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, പ്രതിഫലനം തീർച്ചയായിട്ടും ഈ റിസൾട്ടിലുണ്ടാകും. എന്നാലും ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ പറഞ്ഞതിലോ അല്ലെങ്കിൽ മുൻപ് നടന്ന സർവേകളിലോ പറയപ്പെട്ടതിനേക്കാൾ ഏറ്റവും കുറഞ്ഞത് 50 സീറ്റെങ്കിലും കൂടുതൽ കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. 400 കടക്കും എന്നുള്ളതിന് ഇപ്പോഴും യാതൊരു സംശയവുമില്ല, യാതൊരു ഭയവുമില്ല. പിന്നെ അതെങ്ങനെയൊക്കെ വന്നു എന്നുള്ളത് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പണ്ഡിതന്മാർ വിലയിരുത്തട്ടെ. പക്ഷെ കഴിഞ്ഞ 2 ഇലക്ഷനിലും ഈ പണ്ഡിതന്മാർ ഇക്കാര്യം വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. ശരി, അപ്പോൾ ഇതിൽ അങ്ങനെ തൃപ്തിപ്പെടുന്നില്ല. ഇതിലും കൂടുതൽ സീറ്റുകൾ യഥാർത്ഥത്തിൽ വരുമെന്നാണ് BJP ഇപ്പോൾ പറയുന്ന അഭിപ്രായം. ചീഫ് ഷാഫി ചാലിയം UDF നേതാവ് നമ്മുടെ കൂടെ ഉണ്ട്. ഷാഫി, നിങ്ങൾക്ക് ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ
നിങ്ങൾ മീൻസ് ഞാൻ പറയുന്നത് UDF അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഹോപ്പില്ല എന്നല്ല ഈ കാണുന്നത്. ഇത് ശരിയാണെങ്കിൽ അല്ല, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ആക്ഷേപം ഇന്ത്യയിലെ ദേശീയ മീഡിയയെ മുഴുവനും ഇന്ത്യയുടെ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നു എന്നാണ്. അത് ഇന്ത്യ സഖ്യം തന്നെ നേരിട്ട് തുറന്നു പറഞ്ഞതാണ്. ഇന്ത്യ സഖ്യം ബഹിഷ്കരിച്ച പല TV ചാനലുണ്ട് ഇതിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സിറ്റ് പോൾ ഫലം ഈ മാറിയ സാഹചര്യത്തിൽ, അതായത് 2014 വരെയൊക്കെ ഏറെക്കുറെ നിഷ്പക്ഷമായി പറയാൻ ശ്രമിച്ചിരുന്ന ഈ സർവേ ടീമുകളൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർ എത്ര കൃത്യതയോടെയാണ് ഈ സർവേ കൊണ്ടുവന്നത്, ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ശരിക്കും പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരിക്കലും ടോട്ടൽ വോട്ട് ഷെയർ എന്താണെന്നുള്ളത് പുറത്തു വിട്ടിട്ടില്ല. ഒരുപക്ഷെ സമയമായിട്ടില്ല. ഈ നമ്പർ എണ്ണത്തിൻ്റെ മുകളിലാണ് കളി. ഇതിൻ്റെ ഇടയിൽ തന്നെ പറയുന്നു മഹാരാഷ്ട്ര ഒപ്പത്തിനൊപ്പം എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. എന്നാൽ അതേ സമയത്ത് കർണാടകയിൽ 9ഓളം സീറ്റുകൾ, നേരത്തെ ഒരു സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് അത് 9 വരെ എത്തും എന്നും ഒരു ഭാഗത്ത് പറയുന്നു. അതിൻ്റെ അർത്ഥം ഇന്ത്യ എന്ന മുന്നണി നേട്ടമുണ്ടാക്കുന്നുണ്ട്. ആ നേട്ടം ഈ BJPയെ മറികടക്കാനാവുമോ എന്നതാണ് പ്രശ്നം. അതിന് ടോട്ടലൈസ് ചെയ്ത് പല മേഖലയിൽ നിന്നും വരേണ്ടതുണ്ട്. പ്രധാനമായും 3 ചാനലുകളെ സർവേയാണ് ഒരു വലിയ ഇമ്മൻസായ ഒരു 350ൻ്റെ മേലോട്ട് NDA പോകുമെന്ന് പ്രയോഗിച്ചത് ഒരു 3ഓ 4ഓ സർവേകൾ മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഓരോ സ്റ്റേറ്റ് വൈസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് വിശ്വസിക്കാനാവാത്ത കുറേ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ബംഗാളിനെ കുറിച്ച് പറയുന്നു. ബംഗാളിൽ കഴിഞ്ഞ തവണ 18 സീറ്റ് BJP നേടിയത് 9 സീറ്റും മത്തുവ സമൂഹത്തിൻ്റെ സ്വാധീന മേഖലയിൽ നിന്നാണ്. അവർക്ക് പൗരത്വം കൊടുക്കാമെന്ന BJPയുടെ വാഗ്ദാനമാണ് ആ സമൂഹം ഒന്നടങ്കം കൂടെ നിന്നത്. പക്ഷേ അവർക്ക് BJP വന്നിട്ടും എന്തില്ല, പൗരത്വം കിട്ടിയില്ല. അതിൽ പ്രതിഷേധിച്ച് അവരുടെ ആത്മീയ ആചാര്യകൾ അടക്കമുള്ള വലിയൊരു ടീം തൃണമൂലിലേക്ക് പോരുകയും ആ സമുദായത്തിൽ നിന്ന് തൃണമൂൽ അവർക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ മത്തുവ സമൂഹം പൂർണ്ണമായും ഇവരോടൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ 18 സീറ്റിലെ ഈ മത്തുവ സമൂഹത്തിന് സ്വാധീനമുള്ള മേഖലയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? മാത്രമല്ല, ആ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഈ 18 സീറ്റിൽ 8 സീറ്റിലും BJP വളരെ താഴോട്ട് പോയത്. 3 സീറ്റിലാണ് മെച്ചം ഉണ്ടാക്കിയത്, ബാക്കിയൊക്കെ ബലാബല നിന്നത്. അപ്പം ബംഗാളിൻ്റെ ഒരു കണക്ക് എല്ലാ സർവേ ടീമും പുറത്തു വിട്ടില്ലെങ്കിലും 1-2 ടീം പുറത്തിട്ടത് ഒരു അതിശയോക്തി എനിക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ തെലുങ്കാനയിൽ എന്താണ് BJP ഒരു നേട്ടം ഉണ്ടാക്കുമെന്നത് നേരത്തെ തുടക്കം തൊട്ട് തന്നെ പലരും പറഞ്ഞിട്ട് തന്നെ അത് TRS താഴോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ BJPയിലേക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നാച്ചുറൽ ഒഴുക്കുണ്ടാവും. അതുതന്നെയാണ് ADMK താഴോട്ട് പോയാൽ പകരം ആ പൊസിഷനിലേക്ക് കടന്നു കയറാൻ BJP ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുക, കേരളത്തിൽ കോൺഗ്രസും UDFും എങ്ങനെയെങ്കിലും നശിച്ച് കാണണം, എന്നാലേ തങ്ങൾക്ക് കയറി വരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പ്രധാന ശത്രുവായിട്ട് UDFനെ BJP കേരളത്തിൽ കാണുന്നതും ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയം ഉണ്ടാക്കുന്നതും. ഇപ്പോൾ ആനന്ദ് കൊച്ചുകൂടി തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് എന്ത് കിട്ടുന്നു എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതിനപ്പുറത്ത് അവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ട്. ആ ഡീലിൻ്റെ കഥ പ്രകാശ് ജാവ്ദേക്കറും EP ജയരാജനെ അങ്ങോട്ട് കാണാൻ പോയതും ആ ഡീൽ എത്രമാത്രം അവിടെ നടന്നിട്ടുണ്ട്. മാത്രമല്ല, ഇനി ബൂത്ത് തിരിച്ചുള്ള കണക്ക് 4-ാം തീയതി വരുമ്പോൾ അറിയാം. ചുരുങ്ങിയത് CPMൻ്റെ ഒരു ബൂത്തിൽ നിന്ന് 10 വോട്ടെങ്കിലും ചെയ്യാതിരുന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ആ വോട്ടിന് കണക്ക് കിട്ടിയാലേ അറിയുള്ളൂ. ഇത്രയധികം, കാരണം അത് കേരളത്തിലെ BJP നേതൃത്വം ഈ ജയസൂര്യയോ സുരേന്ദ്രനോ ഒന്നും അറിഞ്ഞുകൊണ്ടുള്ള ഡീലല്ല. അത് നേരിട്ട് തൃശ്ശൂരിനെ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ BJPക്ക് ഒരു പങ്കുമില്ല, നേരെ ഡൽഹിയിൽ നിന്നാണ്. അതാണ് ജാവ്ദേക്കർ വന്നതും EP ജയരാജൻ കണ്ടതും. ജാവ്ദേക്കറെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിന് നമ്മുടെ നന്ദകുമാർ വന്നതൊക്കെ ഒരു കഥ നമ്മുടെ മുമ്പിലുണ്ട്. അത് പറയുമ്പോൾ ഷാഫി തൃശ്ശൂരിൽ താങ്കൾ പോയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എന്തുമാത്രം സജീവമായി ആരൊക്കെ ഉണ്ടായിരുന്നു നോക്കിയാൽ ഏറ്റവും പിന്നിലുണ്ടായിരുന്നത് നിങ്ങളാണ്. UDF അവിടെ പോസ്റ്ററിന്റെ ദൃശ്യത മുതൽ വിസിബിലിറ്റി മുതൽ ആക്റ്റീവായിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പിന്നിലായിരുന്നു. കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി യോഗത്തിൽ, മീൻസ് അതിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ പരാതി പറഞ്ഞത് ആരാണ്? കെ മുരളീധരനാണ്. അപ്പോൾ അവിടെ മത്സരത്തിലും മത്സര ചിത്രത്തിലും മത്സരത്തിന്റെ പണിയെടുക്കലിലുമെല്ലാം
ഏറ്റവും പിന്നിലുണ്ടായിരുന്ന ഒരു വിഡ്രോവൽ മൂഡിലുണ്ടായിരുന്ന കക്ഷി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങളാണ്. മുരളീധരന് ആ കാര്യത്തിൽ പരാതി പോലും ഉണ്ട്. അപ്പോൾ അത്ര അഭിമാനകരമായ പോരാട്ടം നടക്കുന്ന നിർണായക പോരാട്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ അങ്ങനെ ഒരു വിഡ്രോവൽ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം കൂടി ഉത്തരം പറയേണ്ടതല്ലേ? ഈ നിഷാദ് റാവുത്തർ, എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ പ്രചാരണത്തിൻ്റെ തള്ളുകൊണ്ട് വിജയിക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. കോൺഗ്രസ് പാരമ്പര്യപരമായ, ദേശീയപരമായി, മതേതരപരമായ ഒരു വോട്ടിൽ വിജയിക്കുന്ന പാർട്ടിയാണ്. ഈ പ്രചാരണത്തിൻ്റെ തള്ളു കണ്ട് നിങ്ങളിതിൻ്റെ പ്രവചനമൊന്നും എന്താണ് ചിന്തിക്കേണ്ടത്. അത് അങ്ങോട്ട് നമുക്കറിയല്ലോ, തൃശ്ശൂർ മണ്ഡലം വർഷങ്ങളായി, എത്രയോ വർഷങ്ങളായി തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു സ്ലാങ് ഉണ്ട്. അപ്പോൾ അത് കുറേ പ്രചരണം കൊണ്ട് ബഹളം ഉണ്ടാക്കുകയും ഇത്തരത്തിലുള്ള സർവേ ടീമിനെയൊക്കെ എന്താണ് അവരെ അവരെയൊക്കെ ഇംപ്രസ് ചെയ്യാൻ സാധിക്കും എന്നതൊക്കെയാണ് ഈ പ്രചരണം കൊണ്ട്. ഒരുപക്ഷെ പ്രചരണ കോലാഹലത്തിൻ്റെ ഇടയിലൂടെയാണ് ഈ സർവേകളൊക്കെ. എല്ലാ സാധാരണക്കാരായ മുഴുവൻ വോട്ടർമാരിലേക്കും നോക്കിയിട്ടല്ല, ഒരു പ്രചാരണത്തിൻ്റെ ഒരു തീവ്രതയൊക്കെ കണ്ട് അത് സ്വാഭാവികമായിട്ടും റൂളിംഗ് പാർട്ടികൾ കോടിക്കണക്കിന് രൂപ ഒഴുക്കും. ഇവിടെ കേരളത്തിൽ CPM റൂളിംഗ് പാർട്ടിയാണ്, അവർ കോടിക്കണക്കിന് രൂപ മുഴക്കുന്നു. അപ്പുറത്ത് BJP അവർ വാരി ചാക്ക് കെട്ടിയാണ് നോട്ട് വരുന്നത്. കോൺഗ്രസ് എന്നാൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലുള്ള ഫണ്ട് പോലും മരവിപ്പിച്ച് കളഞ്ഞു. ഒരു കോർപ്പറേറ്റുകളും കോൺഗ്രസിനെങ്ങാനും 10 നയ പൈസ സംഭാവന കൊടുത്താൽ അപ്പോൾ ED വരികയാണ് ആ കോർപ്പറേറ്റ് ഓഫീസിൽ. അപ്പം കോൺഗ്രസിന് സംഭാവന കൊടുക്കാൻ തന്നെ രാജ്യത്തിലെ വ്യവസായികൾ ഭയന്നിരിക്കുന്ന സന്ദർഭം. അപ്പം സ്വാഭാവികമായിട്ട് അത് പ്രചരണത്തിൽ നിലയ്ക്കും. അപ്പൊ ഈ പ്രചരണത്തിലെ ഈ സാമ്പത്തിക പ്രശ്നം എല്ലാ മണ്ഡലത്തിലും പ്രതിഫലിച്ചിട്ടില്ല. ഏറ്റവും നന്നായി തിരുവനന്തപുരത്തേക്ക് പോകാം, കൊല്ലത്തേക്ക് പോകാം, അവരൊക്കെ നന്നായിട്ട് വിസിബിലിറ്റി ഉണ്ടായിരുന്നു. ചോദിക്കുന്നത്, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊതുവായി പ്രവചിക്കുന്നത് നിങ്ങളുടെ സമ്പൂർണ്ണ പരാജയമാണ്, മീൻസ് നിങ്ങളുടെ വലിയ പരാജയം. നോക്കൂ, അസാധാരണമായ ഒരു സഖ്യമുണ്ടാക്കി നരേന്ദ്രമോദിയെ വീഴ്ത്താൻ നിങ്ങൾ പണിയെടുത്ത തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇവിടെ നിങ്ങൾ തോറ്റാൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു വല്ലാത്ത ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണോ ഷാഫി? ഞാൻ ചോദിക്കട്ടെ, ഡൽഹിയിലെ 1 മുതൽ 7 വരെ സീറ്റ് BJPക്ക് എന്ന് പറയുന്നു, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അവിടെ ആപ്പിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസും ഇത് ചേർന്നാൽ ഒരു സീറ്റും അവിടെ കിട്ടില്ല എന്നാണോ? പഞ്ചാബിൻ്റെ ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ലോക്കൽ പോളിൽ ആപ്പിന് വോട്ട് ചെയ്യുക, നാഷണൽ ഇലക്ഷനിൽ മോദിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളൊരു പാറ്റേൺ സെറ്റ് ആയിട്ടുള്ള നാടാണത്, അതോർക്കണം. പിന്നെ അതോടൊപ്പം വേറെ നിങ്ങൾ മനസ്സിലാക്കണം, ഹരിയാനയുടെ കണക്ക് നിങ്ങൾ നോക്കിയോ? അതേപോലെ തന്നെ കർണാടകയുടെ കണക്ക് നോക്കൂ. ഇതൊക്കെ നേരത്തെ ഉള്ളതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം താഴോട്ടാണ് പോകുന്ന, മേലോട്ട് കയറി വരുന്നുണ്ട് എന്നാണ്. കർണാടകയിൽ 1 സീറ്റാണ് കോൺഗ്രസിന്, അതിപ്പോൾ 9 തൊട്ട് 11 വരെ ആയി. മഹാരാഷ്ട്രയിൽ തൂത്തുവാരിയതാ അവർ, അത് ഒപ്പത്തിനൊപ്പമായി. ഹരിയാനയിൽ 11 സീറ്റ് BJPക്കാണ്, അത് 7-9 എത്തി. അതേമാതിരി ജമ്മു ആൻഡ് കാശ്മീരിൽ അവിടെ പകുതിയിലെത്തി. പഞ്ചാബിന്റെ പറയുന്നില്ല, തമിഴ്നാട് മുഴുവൻ തൂത്തുവായിരുന്നു പറയുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലും BJP നേട്ടമുണ്ടാക്കാൻ പോകുന്നു എന്നാണ് പൊതുവായ പ്രവചനം. അല്ല, ഞാൻ ഒന്ന് പറയാമേ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി നോക്കൂ, സൗത്തിൽ BJPക്ക് കഴിഞ്ഞ തവണത്തെ സർവേ എടുത്ത് നോക്കിയാൽ പ്രവചിച്ചിട്ടുണ്ട്. അല്ല ആനന്ദ്, നോർത്തിൽ ഇനിയിപ്പോ വല്ല നഷ്ടം ഉണ്ടായി, സൗത്തിൽ മാനേജ് ഒരു സീറ്റ് കിട്ടും കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുണ്ട്, കിട്ടിയോ? ശരി, അതുപോലെ അല്ല, ഇത്തവണ 3 സീറ്റാണ് ഏതാണ്ട് എല്ലാവരും പ്രവചിക്കുന്നത്. നമുക്ക് വെറുതെ നോക്കുമ്പോഴും തൃശ്ശൂരിന്റെ കാര്യത്തിൽ ആ പ്രവചനം അങ്ങനെ അങ്ങ് അയുക്തികമാണ്, നടക്കാനൊരു സാധ്യതയും ഇല്ലാത്തതാണ് എന്ന് പറയാൻ കഴിയുന്നതല്ല. അല്ല നിഷാദ്, ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് കഴിഞ്ഞ തവണയും ഈ എക്സിറ്റ് പോളൊക്കെ 1 സീറ്റ് ആർക്ക് പറഞ്ഞിട്ടുണ്ട്? BJPക്ക് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടോ? ശരി, ഓക്കെ, ഞാൻ വരാം. ആനന്ദ്, ഈ നോക്കൂ, കർണാടകയുടെ കാര്യം എടുത്താൽ, കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസിന് വലിയ ഹോപ്പ് ഉണ്ടായിരുന്നു, ഇന്ത്യക്ക് വലിയ ഹോപ്പ് ഉണ്ടായിരുന്ന സ്ഥലമാണ് കർണാടക. അവിടെ ഒരു ആന്റി ഇൻകംബൻസിയുടെ സമയമായിട്ടില്ല. അവിടെ പ്രജ്വൽ രേവണ്ണ പോലെയുള്ള BJPയെ ഡിഫൻസിലാക്കുന്ന വിഷയങ്ങളുണ്ട്. അവിടെ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദി വന്ന് നേരിട്ട് പ്രചരണത്തിന് നേതൃത്വം കൊടുത്തിട്ടും മോദിയെ സെല്ല് ചെയ്യാൻ കഴിയാത്ത വിധം അവരെ പരാജയപ്പെടുത്തിയ ചരിത്രം സമീപ മാസങ്ങളിൽ കിടക്കുകയാണ്. അതിൻ്റെ എല്ലാം ഗുണം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് നേരെ മറിച്ച് സംഭവിക്കുകയാണ് എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പിന്നെ തമിഴ്നാട്ടിലെ കാര്യം നോക്കൂ. തമിഴ്നാട്ടിൽ 1 മുതൽ 3 വരെ സീറ്റ് നേടാൻ പോവുകയാണ്. കേരളത്തിൽ 1 മുതൽ 3 വരെ സീറ്റ് നേടിയേക്കാമെന്ന പ്രവചനം വരികയാണ്. അത് സൗത്തിലടക്കം BJP
ഒരു പരിക്കുമില്ലാതെ നിൽക്കുന്നത് മാത്രമല്ല കുറച്ചുകൂടി എക്സീഡ് ചെയ്യാനുള്ള സാധ്യതയും കാണുകയാണ്. അതിനെങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അല്ല, നമ്മൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായി വരികയാണെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഞാൻ പറയാം. അതായത് കർണാടകത്തിൽ ഇലക്ഷൻ നടന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ്. ആദ്യം 14 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിൻ്റെ കൂടെയാണ്. ഓൾഡ് മൈസൂറു റീജിയൻ, ബാംഗ്ലൂർ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നത്. കൂടുതലും JDUവിന് സാധ്യതയുള്ള സീറ്റുകളും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഈ പ്രജ്വൽ രേവണ്ണ കേസ് വരുന്നത് 2ാം ഘട്ടത്തിന് മുമ്പാണ്. അതായത് BJPക്ക് കുത്തക ഉള്ള ഉത്തര കർണാടകയിൽ, നോർത്ത് കർണാടകയിലാണ്. അതായത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പാറ്റേൺ നോക്കിയാൽ കുറേ തെരഞ്ഞെടുപ്പുകളിലായിട്ട് BJPക്ക് കിട്ടുന്ന സീറ്റുകൾ, ആ 14 സീറ്റിൽ ഗണ്യമായിട്ടുള്ള സീറ്റുകൾ BJPക്കാണ് കിട്ടുന്നത്. അത് ഒരു തെരഞ്ഞെടുപ്പിലല്ല, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല. അപ്പോൾ ഈ പ്രജ്വൽ രേവണ്ണ കേസ് വന്നതിന് ശേഷം നടന്നത് BJPക്ക് ശക്തിയുള്ള ആ 14 സീറ്റുകളിലാണ്. ഒന്നാമത്തെ കാര്യം. ആദ്യ 2 ഘട്ടത്തിൽ തന്നെ ആ 2ാം ഘട്ടത്തിൽ തന്നെ ആ ഒരു 14 സീറ്റുകൾ കോൺഗ്രസിന് നല്ല സാധ്യതയുണ്ടായിരുന്ന 14 സീറ്റുകൾ അവിടെ ഇലക്ഷൻ നടക്കുകയും ചെയ്തു. അതുകൊണ്ടായിരിക്കാം കോൺഗ്രസിന് അത്രയും സീറ്റ് കുറയാനുള്ള കാരണം. ഞാൻ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നത് കോൺഗ്രസിന് അവിടെ ഒരു 12 സീറ്റ് വരെ കിട്ടാനുള്ള ഒരു സാഹചര്യം, 27-ൽ ഒരു 12 സീറ്റ് വരെ കിട്ടാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ ഉൾപ്പെടെ കരുതിയിരുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ അതിനുള്ള കാരണം അതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിലേക്ക് വന്നാൽ ശ്രീ ഷാഫി ചാലിയം പറഞ്ഞത് ശരിയാണ്. എല്ലാ തവണയും BJPക്ക് ഒരു സീറ്റ് കിട്ടും എന്ന് പറയാറുണ്ട്. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തെയാണ്. ആ തിരുവനന്തപുരം അല്ല ഇപ്പോൾ BJPക്ക് കിട്ടിയാൽ കിട്ടുന്ന സീറ്റ്, അല്ലെങ്കിൽ കിട്ടുമെന്ന് വിചാരിക്കുന്ന സീറ്റ് തൃശ്ശൂരാണ്. 2ാമത്തെ സീറ്റായിട്ടാണ് തിരുവനന്തപുരം. ഇപ്പോൾ 2-3 അല്ലെങ്കിൽ 1-3 പറയുമ്പോൾ ആദ്യത്തെ സീറ്റ് തൃശ്ശൂരാണ്, പണ്ട് തിരുവനന്തപുരമായിരുന്നു. 2ാമത്തെ സീറ്റ് തിരുവനന്തപുരം തന്നെയാണ്. ഒബ്വിയസ്ലി അത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത്തവണയും കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 3ാമത്തെ സീറ്റ് അവർ പത്തനംതിട്ടയൊക്കെ പറയുന്നുണ്ട്. കാരണം ഇവിടെ ക്യാമ്പയിനൊക്കെ നടന്നപ്പോൾ, അല്ലെങ്കിൽ ആറ്റിങ്ങിലൊക്കെ പറയുന്നുണ്ട്, ക്യാമ്പയിൻ നടന്നപ്പോൾ പത്തനംതിട്ട BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ കിട്ടുമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ പത്തനംതിട്ടയിൽ അങ്ങനെ കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തമിഴ്നാട്ടിലേക്ക് വന്നാൽ അവിടെ അണ്ണാമലയെ വെച്ച് BJP കുറെ പരീക്ഷണങ്ങൾ നടത്തുന്നു. അവിടെ ഈ കൊങ്ക് റീജിയൻ, അതായത് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കൊങ്ക് ബെൽറ്റിലാണ് BJP കാര്യമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്നത്. തേനി സീറ്റ് കഴിഞ്ഞ തവണ തന്നെ അവിടെ ADMKക്ക് കിട്ടിയ സീറ്റ്, ഇത്തവണ അവിടെ മത്സരിക്കുന്നത് AMMKയുടെ ദിനകരനാണ് അവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ പനീർശെൽവത്തിന്റെ മകൻ ജയിച്ച സീറ്റും ഒഴിഞ്ഞു കൊടുത്ത ആ സീറ്റിൽ NDAക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ 5-6 സീറ്റിൽ BJP നല്ല പ്രകടനം, BJP അല്ല NDA നല്ല പ്രകടനം, PMK ഒക്കെ അവരുടെ സഖ്യകക്ഷിയായിട്ടുണ്ട്, നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്ന് തന്നെയായിരുന്നു ഇലക്ഷൻ സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ജയിക്കാനുള്ള സാഹചര്യം എത്ര സീറ്റിലേക്ക് വരും? ഇപ്പോൾ കോയമ്പത്തൂർ ഇന്ത്യ ടുഡേ പറയുന്നത് കോയമ്പത്തൂര് DMK ജയിക്കുമെന്നാണ്, അല്ലെങ്കിൽ അവിടെ നല്ല മത്സരം ഫൈറ്റ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ DMKക്കാണ് മുൻതൂക്കം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ BJPക്ക് എന്തായാലും ഈ ഭരണം കിട്ടാത്ത സംസ്ഥാനങ്ങളിൽ പതുക്കെ വളരാനുള്ള സാഹചര്യം തന്നെയാണ് കേരളത്തിൽ ഉൾപ്പെടെ ഉള്ളത്. കേരളത്തില് BJPയെ സംബന്ധിച്ച് ഹിന്ദു വോട്ട് ബാങ്കിൽ നിന്ന് മാത്രമായി ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അപ്പൊ അവരുടെ ഒരു ലോങ് ടേം പ്ലാൻ എന്തായിരുന്നു? ഒരു ഹിന്ദു വോട്ട് ബാങ്ക് പ്ലസ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന്റെ ഒരു മെർജ് ഉണ്ടാക്കുക, അതുവഴി മുന്നോട്ട് വരിക എന്നതാണ്. അപ്പൊ ദീർഘകാലമായിട്ടുള്ളൊരു പദ്ധതിയാണ്. എത്രയോ കാലമായി അവർ ആ മോഹം കൊണ്ടു നടക്കുന്നു. ഇത്തവണ അവരതിൻ്റെ വിജയത്തിൽ ടച്ച് ചെയ്തു എന്ന് പറയാമോ? തൃശ്ശൂരും തിരുവനന്തപുരം എടുക്കാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ജയിച്ചാലും തൃശ്ശൂരിൽ ജയിച്ചാലും നമുക്ക് അവിടുത്തെ ഡെമോഗ്രഫി പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന് നല്ല പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോളിഡേഷൻ എന്ന് പറയുന്ന സംഗതി BJPയുടെ പ്ലാനിലുള്ളതാണ്. അതേ അവർക്ക് രക്ഷയുള്ളൂ കേരളത്തിൽ. അതിലേക്ക് അവരെത്തി എന്ന് പറയാമോ? അങ്ങനെയാണെങ്കിൽ മറ്റ് 2 മുന്നണികളെ സംബന്ധിച്ച് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സീനാണത്. അല്ല, തൃശ്ശൂർ ജയിച്ചാൽ അങ്ങനെ പറയേണ്ടി വരും. തിരുവനന്തപുരം അങ്ങനെയല്ല. കാരണം തിരുവനന്തപുരത്ത് ലാറ്റിൻ കമ്മ്യൂണിറ്റിയാണ്. കേരളത്തിൽ BJP എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും അവരുടെ കൂടെ ചേർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്തുള്ളത് CSIയും ലാറ്റിനുമാണ് കൂടുതൽ വോട്ടുകൾ ഉള്ളത്. അല്ലെങ്കിൽ സിറിയൻ വോട്ടുകൾ തീരെയില്ല. BJP ഇവിടെ പ്രധാനമായിട്ട് ഇവിടുത്തെ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, സീറോ മലബാർ സഭയെയും സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന് അറിയപ്പെടുന്ന വിഭാഗത്തെയുമാണ് കൂടുതൽ. അവരാണ് നമ്പേഴ്സിലും കൂടുതലുള്ളത്. ഇപ്പൊ തൃശ്ശൂർ ജയിച്ചാൽ അവിടെ 1/3 ക്രൈസ്തവരുള്ള ഒരു മണ്ഡലമാണ് ഏകദേശം. അപ്പൊ ആ 1/3 ക്രൈസ്തവരുള്ള ആ മണ്ഡലത്തിൽ ജയിച്ചാൽ അതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. അതിപ്പോ കോൺഗ്രസ് ഇത്തവണ, കോൺഗ്രസും മുസ്ലിം ലീഗും UDF ഉൾപ്പെടുന്ന
UDF ഇത്തവണ 19 സീറ്റിൽ ജയിച്ചിട്ട് ഒരു സീറ്റ് തൃശ്ശൂർ BJP ആണ് ജയിക്കുന്നത് എങ്കിൽ പോലും അതിന് കോൺഗ്രസിനാണ് കൂടുതൽ റിസ്ക്. കാരണം അടുത്ത തവണ ഈ കോൺഗ്രസിന്റെ ഒരു മധ്യ കേരളത്തിലെ ബെൽറ്റ് ഇപ്പോൾ തന്നെ LDF പല വിധത്തിൽ അതിലേക്ക് എത്തുകയും BJPയുടെ വോട്ട് BJPയിലേക്ക് കുറെ വോട്ടുകൾ പോകുന്നത് വഴി ഇവിടെ UDFന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത തവണ ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചാൽ BJP എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അടുത്ത തവണ സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചുള്ള ക്യാമ്പയിൻ തുടങ്ങും. ഇപ്പൊ വി മുരളീധരൻ അതിൽ എതിർപ്പൊക്കെ ഉണ്ടാവുമെങ്കിലും നരേന്ദ്രമോദി പറഞ്ഞാൽ വി മുരളീധരൻ വരെ അടങ്ങിയിരിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പൊ ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കൂട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ BJP നേതാക്കൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അവരെ LDFന്റെ ഈഴവ വോട്ടുകളിലേക്ക് എത്താനാണ്. കാരണം അവർക്ക് നായർ വോട്ടുകളിലേക്ക് അവർക്ക് കാര്യമായിട്ട് എത്താൻ പറ്റിയിട്ടുണ്ട്. ഒരു 40% നായർ വോട്ടുകൾ ഇപ്പോൾ കേരളത്തിൽ BJPക്കാണ് പോൾ ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഈഴവ വോട്ടുകളിലേക്ക് കൂടി എത്താൻ പറ്റിയാൽ എന്നുള്ള ഒരു കാൽക്കുലേഷനാണ് ഇനി അവർ നടത്തുന്നത്. അപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ ഒരു ഈ ഹിന്ദു സിംബോളിസം, ഹിന്ദു എന്താ പറയുന്ന ഈ മത വികാരത്തെ ഉണർത്താൻ ഇവിടെ കേരളത്തിലെ ശബരിമല വിഷയത്തിൽ BJPക്ക് മനസ്സിലായി. ഇവിടെ ഈഴവ വോട്ടുകൾ LDFന്റെ കൂടെ നിൽക്കുന്ന ഈ ഈഴവ വോട്ടുകളെ പോലും, അതായത് പണ്ട് ഈ CPM ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വകയായിട്ടുണ്ടായ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പുരോഗമനവാദത്തെ BJPയിൽ കൂടി അവർക്ക് തകർക്കാൻ പറ്റും. അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ അവർക്ക് മനസ്സിലായി ഈ ഒരു വിഭാഗത്തെ, അത് ഈഴവ വിഭാഗത്തെ അവർക്ക് കൂടെ നിർത്താൻ പറ്റുമെന്ന്. അതിൽ അവർ മുന്നോട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് അവർ എത്രയൊക്കെ തൃശ്ശൂരിലെ BJPയുടെ വിജയം ഒരിടത്ത് മാത്രം വിജയമായിരിക്കില്ല. കേരളത്തിന്റെ ഒരു പാറ്റേണിലുള്ള മാറ്റത്തിന് തുടക്കമാകാൻ ഒരുപക്ഷെ അതിന് കഴിഞ്ഞേക്കുമെന്ന് ആനന്ദ് അഭിപ്രായപ്പെടുകയാണ്. അല്ല ലാൽകുമാർ, ഇപ്പം ABP സി വോട്ടർ സർവേ പറയുന്നു NDA 1 മുതൽ 3 വരെ സീറ്റ് നേടാം, UDF 17 മുതൽ 19 സീറ്റ് വരെ നേടാം, ഒരു സീറ്റും LDFന് കിട്ടില്ല എന്നാണ് ABP സി വോട്ടറിന്റെ പ്രവചനം. താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ പൊതു സ്വഭാവം എടുത്താൽ BJP ഒരു പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് വരുന്നത് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ നേടുന്ന സീറ്റുകളുടെ കാര്യത്തിൽ അവർക്ക് ലെഫ്റ്റുമായിട്ട് അവർ കോമ്പീറ്റ് ചെയ്യാൻ പോവാണ്. വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കാനും പോകുന്നു. ഈ സമവാക്യ നിർമ്മിതിയുടെ കാര്യം നേരത്തെ ആനന്ദ് പറയുകയും ചെയ്തു. വലിയ ത്രെട്ടിന്റെ സൂചന ഇത്. താങ്കൾക്ക് നേരത്തെ തന്നെ താങ്കൾ ഇതിനെ ഡിസോൺ ചെയ്യുന്നുണ്ട്. ഇത് അംഗീകരിക്കുന്ന മീൻസ് ഇത് സാധ്യമാകാൻ സാധ്യതയില്ല എന്ന് താങ്കൾ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിലെ ലെഫ്റ്റിന് എന്തുമാത്രം ത്രെട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്? സംഭവിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല നിഷാദേ, സംഭവിക്കത്തില്ല. ഞാൻ അടിയുറച്ചല്ലേ ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ അടിവരയിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നു. ഈ പറഞ്ഞ ഒന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഇവിടെ ആനന്ദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത് തൃശ്ശൂര് ഒരു വലിയ നേട്ടം BJP ഉണ്ടാക്കുമെന്നാണ്. BJP അവിടെ ജയിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. അവിടെ ജയിക്കാൻ പോകുന്നത് സുനിൽകുമാർ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവിടെ ഇപ്പൊ ഒരു ഉദാഹരണം, സുനിൽകുമാർ അവിടെ ജയിച്ചില്ല എങ്കിൽ അവിടെ ജയിക്കാൻ പോകുന്ന ആൾ മുരളീധരനാണ്. ഞാൻ അതും പറയാം. കാര്യം അവിടെ മത്സരം നടക്കുന്നത് UDFും LDFും തമ്മിലാണ്. ഞാൻ അതിൽ ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ്. ഈ പറയുന്ന ഒരു വലിയ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇപ്പോഴത്തെ കേരളത്തിലെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇംപ്രഷൻ കൊടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഒരു കാരണവശാലും കേരളം ഇങ്ങനെ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ NDAക്ക് വോട്ട് ചെയ്ത് ജയിക്കും എന്നുള്ളതൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ തർക്കിച്ച് തോപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. 4-ാം തീയതി എന്തായാലും ഇവിടെ വരുമല്ലോ. 4-ാം തീയതി ഇവിടെ റിസൾട്ട് വരും. 4-ാം തീയതി കഴിഞ്ഞ് ഞാനും എന്തായാലും ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളാണ്. നിങ്ങൾക്ക് അപ്പം എന്നോട് ചോദിക്കുകയും ചെയ്യാം. അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു പ്രോസ്പെക്ട്, ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണെങ്കിൽ നമുക്കപ്പം ആലോചിക്കാമല്ലോ. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഷാഫി ചാലിയും പറഞ്ഞ പോലെ CPMന്റെ വോട്ട് BJPയിലേക്ക് പോയി. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. ആ കാര്യം അതൊന്നും പറയേണ്ട കാര്യം പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മറുപടി ഞാൻ ഇപ്പൊ പറയുന്നില്ല. കാര്യം വേറൊരു സന്ദർഭത്തിലായിരുന്നെങ്കിൽ അതിന് ഞാൻ ചിലപ്പോൾ മറുപടി പറഞ്ഞേനെ. കാര്യം അങ്ങനത്തെ മറുപടി ഞാനത് എന്റെ പൊസിഷനകത്തതില്ല. നോക്കൂ, പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ജയിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. എനിക്കിത് ഞാൻ ഈ കേരളത്തിലാണോ നിൽക്കുന്നത്, അതോ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യയിൽ കാവിയുള്ള സ്ഥലത്ത് മാത്രമാണോ നിൽക്കുന്നത് ഒരു സംശയം പോലും എനിക്ക് വന്നുപോയി. ഇങ്ങനൊരു എക്സിറ്റ് പോൾ പ്രവചനം നടത്തി കഴിഞ്ഞാൽ ഞാൻ നിരായുധനായി. എനിക്ക് മറുപടി പറയാനില്ല. എന്തോ ഇവിടുത്തെ BJPക്കാര്, ഇവിടുത്തെ ജില്ലാ നേതൃത്വത്തിലുള്ള BJPക്കാരൻ ഇപ്പം താഴെ വീണ് കാണും. കാര്യം തളിച്ച് ഉണർത്തേണ്ടി വരും, വെള്ളം തളിച്ച് ഉണർത്തേണ്ടി വരും. ഈ പറയുന്നത് കേട്ട് അനിൽ ആന്റണി ജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഇത്
ഒരു പ്രോസ്പെക്റ്റീവ് സാധനം അല്ല, 100% അല്ല. കാര്യം പത്തനംതിട്ടയുടെ കാര്യം പറയുമ്പോൾ അനിൽ ആന്റണി ജയിക്കുമെന്നും തൃശ്ശൂർ പറയുമ്പം അപ്പുറത്ത് സുരേഷ് ഗോപി ജയിക്കുമെന്നും പറയുന്നു. എന്നിട്ട് ഞാൻ തന്നെ പറയുന്നു അനിൽ ആന്റണി തോക്കും, സുരേഷ് ഗോപി ജയിക്കാൻ പറ്റുമെന്നുണ്ട് സാധ്യത പറയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇൻ ടോട്ടൽ ഇതിന്റെ വിശ്വാസതയെ കുറിച്ചുള്ള സംശയം ലാൽകുമാർ പങ്കു അല്ല. വീണ്ടും ജയസൂര്യൻ, ഈ മൊത്തം കേരളത്തെക്കുറിച്ചുള്ള പ്രഡിക്ഷനിൽ പ്രത്യേകിച്ച് BJPക്ക് അനുകൂലമായ പ്രഡിക്ഷനെ സംശയിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ വലിയ നേട്ടമുണ്ടാക്കും എന്ന പ്രവചനമാണ്. സത്യത്തിൽ കെ സുരേന്ദ്രൻ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ പൊട്ടൻഷ്യലുള്ള ഒരു കാൻഡിഡേറ്റ് ആണോ അനിൽ ആന്റണി? അങ്ങനെ പൊതുവെ വിചാരിക്കപ്പെടുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്കുകൂട്ടലുണ്ടോ? ഞങ്ങൾക്ക് ഉള്ള കണക്കുകൂട്ടൽ കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ രംഗത്തുണ്ടായ മാറ്റമാണ്. അത് ഭാഗ്യവശാൽ LDFനും UDFനും മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലായാലും അവർ സമ്മതിക്കുകയുമില്ല. കേരള രാഷ്ട്രീയ രംഗം ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ LDFും UDFും എത്ര ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞാലും കേന്ദ്രത്തിൽ BJP തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. അത് ഇത്തവണയല്ല, ഇനി തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും വരിക. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ 60-66 കൊല്ലം തുടർച്ചയായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കേന്ദ്രം ഭരിക്കാമെങ്കിൽ BJPക്ക് ഇനി കുറച്ച് തവണ കൂടെ ഭരിച്ചാൽ തെറ്റൊന്നും ആരും കാണുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ LDFും UDFും ചേർന്ന് തടവിൽ പാർപ്പിച്ചിരിക്കുന്ന രണ്ട് ന്യൂനപക്ഷ സമൂഹങ്ങളാണ് ക്രൈസ്തവരും മുസ്ലിങ്ങളും. ഞങ്ങൾ മാത്രമാണ് നിങ്ങളെ സംരക്ഷിക്കാനുള്ളൂ, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്നില്ലേ നിങ്ങളുടെ തല പോകും എന്ന് പേടിപ്പിച്ച് ഭയപ്പെടുത്തിയാണ് കൂടെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ ക്രൈസ്തവ സമൂഹം ഇസ്ലാം സമൂഹത്തെക്കാൾ കുറെ കൂടി വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ദീർഘവീക്ഷണത്തോടു കൂടി തീരുമാനമെടുക്കുകയും ചെയ്യുന്ന സമൂഹമാണ്. ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ന് BJP ഭരണകക്ഷിയാണ്. ഇനി വ്യക്തമായ ഭൂരിപക്ഷമില്ലെങ്കിലും മുൻതൂക്കമുള്ള ഗോവയിലും BJP തുടർച്ചയായി 3 തവണയായി ഭരണകക്ഷിയാണ്. ഇതൊക്കെ അവിടുത്തെ ക്രൈസ്തവ സമൂഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവർ ജയിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം ഇന്ത്യയിൽ വരുന്നു. അതുകൊണ്ട് BJPയോടൊപ്പം നിൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിക്കോ അതിൻ്റെ നേതാവിനോ ഇനി വലിയ ഹോപ്പും ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഭരണകക്ഷിയോട് ഒപ്പം നിൽക്കണമെന്നുള്ളൊരു ചിന്ത കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ പരക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പുറത്തിറങ്ങി പ്രഖ്യാപിക്കുകയൊന്നുമില്ല. വോട്ടെണ്ണി കഴിയുമ്പോഴാണ് മനസ്സിലാവുക. ഏതായാലും അങ്ങനെ ഒരു മാറ്റം കേരളീയ സമൂഹത്തിൽ സംഭവിക്കുന്നു. LDFിൻ്റെയും UDFിൻ്റെയും പിടിയിൽ നിന്ന്, ശരിക്കും പറഞ്ഞാൽ തടങ്കലിൽ നിന്ന് ക്രൈസ്തവ സമൂഹം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് BJPയിലേക്കാണ് വരിക. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറയായിട്ടുള്ള ഈഴവ സമൂഹം ഇപ്പോഴും അവർക്ക് അടിമയായി തന്നെ നിന്നുകൊള്ളും എന്ന് കരുതുന്നതും ശരിയല്ല. ആ കാര്യത്തിൽ ഇത്തവണ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് പുറമേ ഒന്നും കണ്ടില്ല എന്ന് വരും, പക്ഷേ വോട്ടെണ്ണുമ്പോൾ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ 2 ഫാക്ടറുകൾ ഇവിടെ വ്യക്തമായിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇടത് വലത് മുന്നണികൾ LDFും UDFും വളരെ ശക്തമായിട്ടുള്ള മുസ്ലിം പ്രീണനം ഈ സംസ്ഥാനത്ത് വളരെ നഗ്നമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശത്തിൽ 80:20 എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ തന്നെ, അപ്പോൾ ആ 80% മുസ്ലിമിനും 20% മതി ക്രിസ്ത്യാനിക്കും എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ തന്നെ ക്രൈസ്തവ സമൂഹം തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനവും ഇവിടെ പ്രതിഫലിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള വോട്ട് ഷെയറിങ്ങും സ്വിഫ്റ്റുമൊക്കെ സംഭവിക്കുന്നത് രാഷ്ട്രീയ തലത്തിലായിരിക്കില്ല. ഇപ്പം രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ കേരള കോൺഗ്രസ് ഞങ്ങളുടെ കൂടെയുണ്ട്, മുസ്ലിം സമൂഹം ഞങ്ങളുടെ കൂടെയുണ്ട്, ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയിരുന്ന കാലഘട്ടം പോയി. സമുദായ കണക്ക് വെച്ചുകൊണ്ട് രാഷ്ട്രീയ കണക്ക് കൂട്ടിയിരുന്ന കാലഘട്ടം ഇന്ത്യയിൽ മുഴുവൻ മാറി, കേരളത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം വളരെ വലിയൊരു മാറ്റമാണ്. ആ മാറ്റം ഇടതുപക്ഷത്തിന് മനസ്സിലാവില്ല, വലതുപക്ഷത്തിന് മനസ്സിലാവില്ല. എന്നാൽ ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമുള്ള ആൾക്കാർക്ക്, CPMലും കോൺഗ്രസിലുമുള്ള ചിന്തിക്കുന്ന ആൾക്കാർക്ക്, പഠിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അവരൊക്കെ തന്നെ BJPയിൽ എത്തിയിട്ടുണ്ട്. ഈ 4-ാം തീയതിക്ക് ശേഷം, റിസൾട്ട് വന്നതിന് ശേഷം ധാരാളം പേര് CPMൽ നിന്നും കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് വരികയും ചെയ്യും. അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ സാഹചര്യം മാറിയെന്ന് പത്തനംതിട്ടയിലെയോ വേറെ ഏതെങ്കിലും മണ്ഡലത്തിലെയോ വ്യക്തികളെ എടുത്ത് അനലൈസ് ചെയ്യേണ്ട, ആകെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട് എന്നാണ്. അല്ല, ഷാഫി ചാലിയം, നിങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ഏരിയ എന്താണ്? ചില പ്രത്യേക സമുദായങ്ങളിൽ നിന്നുള്ള വോട്ട് പിൻബലമാണ്. അതിനപ്പുറത്തേക്ക് ഈ CPMൻ്റെ പോലെ ഒരു ആ നിലയ്ക്കുള്ളൊരു സംഘടനാ സംവിധാനത്തിൻ്റെ കരുത്തല്ലല്ലോ UDFിൻ്റെ കരുത്ത്. അപ്പോൾ ഈ സമവാക്യങ്ങൾ മാറിയാൽ നേരത്തെ ആനന്ദ് പറഞ്ഞ പോലെ പെട്ടുപോകാൻ പോകുന്നത് നിങ്ങളുടെ മുന്നണിയിലെ മദർ പാർട്ടിയായ കോൺഗ്രസ് ആയിരിക്കും. ഞാനൊന്ന് പറയട്ടെ, എക്സിറ്റ് പോളിൻ്റെ പ്രൊഡിക്ഷൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച. 2009
ഏറ്റവും പ്രധാനപ്പെട്ട 4 ദേശീയ സർവേകൾ ഞാൻ വളരെ പെട്ടെന്ന് വായിക്കാം. സ്റ്റാർ നെൽസൺ 199 സീറ്റാണ് UPAക്ക് അത് കണ്ടത്. CNN IBN ഡൈലിംഗ് ഭാസ്കർ 195, ഇന്ത്യ TV സി വോട്ടർ 195, ഹെഡ്ലൈൻ ടുഡേ 191. അതായത് ഏവറേജ് UPAക്ക് 195 സീറ്റാണ് എല്ലാ സർവേകളും പ്രവചിച്ചത്. പക്ഷെ എത്ര സീറ്റാണ് കിട്ടി? 262. ഇതൊന്നും ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും നിങ്ങളെല്ലാവരും കൂടി വലിയ ഒരു വല്ല ഇമ്മൻസ് വിജയം BJPക്ക് ആയ പോലെയാണ് നിങ്ങളൊക്കെ സംസാരിക്കണത്. അതുകൊണ്ട് എക്സിറ്റ് പോള് വളരെയധികം പിന്നെ എന്താ പറയുക, എത്രമാത്രം അതിൻ്റെ വിശ്വാസ്യത ഉണ്ട് എന്നത് നമുക്ക് 2009 ഫലം മാത്രം എടുത്തൊന്ന് പഠിച്ചാൽ മനസ്സിലാവും. പിന്നെ ഇവിടെ മിസ്റ്റർ ജയസൂര്യ ഒരു 1-2 കാര്യങ്ങൾ പറയുണ്ടായി. മുസ്ലിങ്ങളെ അപേക്ഷിച്ച് ക്രിസ്ത്യാനികളൊക്കെ വർഗീയ പാർട്ടിയായ BJPയോടൊപ്പം പോയി വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. കേരള രാഷ്ട്രീയത്തിലെ പൊതുവായ അഴുക്കുകളായി കാണുന്ന ഈ PC ജോർജിനെ പോലുള്ള കുറേ ആളുകൾ പോയി എന്നല്ലാതെ ക്രിസ്ത്യൻ സമൂഹം എന്നും മതേതര സമൂഹത്തിനോടൊപ്പം മതേതര രാഷ്ട്രീയത്തിനോടൊപ്പം നിന്നതാണ്. പക്ഷേ ക്രിസ്ത്യൻ സമൂഹത്തെ മുസ്ലിം സമൂഹവുമായി എന്താണ് അകറ്റാനുള്ള ശ്രമം CPM നടത്തി. അതാണ് ഈ 80-20 ഇവിടെ എടുത്തു വന്നത്. അച്യുതാനന്ദൻ ഗവൺമെൻറ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ബജറ്റിൻ്റെ ശീർഷകം പോലും അതാണ്. സച്ചാർ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മുസ്ലിങ്ങളെ സാമൂഹിക പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ കൊടുത്തയച്ച ബജറ്റ് വിഹിതം, ആ ബജറ്റ് വിഹിതം BJP ഭരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ മൊത്തം അതടക്കമുള്ള സംസ്ഥാനങ്ങൾ ആ ബജറ്റ് പോർഷൻ മുസ്ലിങ്ങളുടെ കാര്യത്തിന് നീക്കിവെച്ചപ്പോൾ കേരളം മാത്രം എന്ത് ചെയ്തു? അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കണോ വേണ്ടേ എന്ന് ആലോചിക്കാൻ ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് പാലോളി കമ്മിറ്റി. ആ കമ്മിറ്റിയോ പാലോളി മുഹമ്മദ് കുട്ടി എന്ന മന്ത്രിയോ അറിയാതെ ഇറങ്ങിപ്പോകുമ്പോൾ അച്യുതാനന്ദൻ ഗവൺമെന്റിലെ എന്ത് സംഭവിക്കുകയാണ്? അതിലെ 20% എന്ത് ചെയ്യാണ്? അവശേഷ ക്രിസ്ത്യാനികൾക്കും ലത്തീൻ സമൂഹത്തിനും നീക്കിവെക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, പട്ടികജാതി വിഭാഗത്തിന് കേന്ദ്രം കൊടുത്തയച്ച ഒരു തുകയിൽ നിന്ന് ഒരു 10% മുന്നോക്ക സമൂഹത്തിന് മാറ്റിവെച്ചാൽ എന്തായിരിക്കും? CPM ഇനിയിപ്പോ അങ്ങനെ ഒരു പണി എടുത്തു തന്നെ കരുതുക. നോക്കൂ, ആരത് ചെയ്താലും ശ്രീ ഷാഫി ചാലിയം അതിന്റെ ആത്യന്തികമായ ബെനിഫിഷ്യറി BJP ആണ് എന്ന് കാണണം. ഇവിടെ ഇപ്പോ PC ജോർജുമാർ മാത്രമാണോ? അത് നമുക്ക് ദീർഘസമയം എടുക്കാൻ സമയമില്ല. പഴയ കഥകൾ പറഞ്ഞിട്ട് എനിക്കത് മനസ്സിലായി, പോയിന്റ് മനസ്സിലായി. PC ജോർജ് മാത്രമല്ല, കത്തോലിക്ക സഭയുടെ പിതാക്കന്മാരായിട്ടുള്ള ബിഷപ്പുമാർ ഈ നിലപാട് സ്വീകരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അവരുടെ പത്രത്തിൽ നീണ്ട ലേഖനങ്ങൾ വരുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഫ്രിഞ്ച് എലമെന്റിന്റെ മാത്രമല്ല BJP അനുകൂല നിലപാട് ആ പാർട്ടിക്ക് ുള്ളത് എന്നുകൂടി നിങ്ങൾ കാണണം. ചെറുതാക്കി കളയല്ലേ? ഒറ്റ അതായത് ഇന്ത്യയിൽ നമുക്കറിയാലോ എങ്ങനെയാണ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് വീണത്. ഇവിടുത്തെ ഇടതുപക്ഷവും പ്രതിപക്ഷത്തുള്ളവരും ഈ അണ്ണാ ഹസാരെയും ഈ പറഞ്ഞ കെജ്രിവാളും ഇവരെല്ലാവരും നടത്തിയ വമ്പിച്ച അഴിമതിയുടെ വലിയൊരു ഭൂകമ്പമാണ് കോൺഗ്രസിന് വീഴ്ത്തിയത്. ഈ വീഴ്ത്തിയ കക്ഷികളൊക്കെ ഇന്ന് എന്താണ് പാഠം പഠിച്ച് കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയിൽ നിൽക്കുകയാണ്. അപ്പൊ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു, കോൺഗ്രസ് നശിച്ചു, പകരം നമ്മെ ആരും ശക്തിപ്പെടുത്തിയില്ല എന്ന് EMS പറഞ്ഞതുപോലെ ഇവിടെ 80-20 ഉണ്ടാക്കി കൊടുത്ത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും അകറ്റാൻ ആര് ശ്രമിച്ചു? CPM ശ്രമിച്ചു. ഫലം ഞങ്ങൾക്കാണ് കിട്ടിയെന്ന് ജയസൂര്യ പറയുന്നു. ഈ ഭിന്നത ഉണ്ടാക്കിയ CPM-ലേക്കല്ല വോട്ട് പോയത്, ക്രിസ്ത്യൻ വോട്ട് ഞങ്ങൾക്ക് കിട്ടി. ഈ 80-20 ആനുകൂല്യം കിട്ടിയത് ഞങ്ങൾക്കാണെന്ന് BJP പ്രതിനിധി ഇവിടെ തുറന്ന് പറയുന്നു. ഇതൊക്കെ പ്രേക്ഷകർ കേൾക്കുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ് അന്ന് സംഭവിച്ചതുപോലെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ അകറ്റിയാൽ തങ്ങൾക്ക് ഗുണം കിട്ടുമെന്ന് കരുതി. പക്ഷെ ജയസൂര്യന്റെ വർത്തമാനം കേട്ടപ്പോൾ ആ ഗുണം പോയത് എവിടെ? കേരളത്തിന്റെ കാര്യം എടുത്താൽ കേരളം BJP ഒരു നിലയ്ക്കും അടുപ്പിക്കാത്ത, ഒരു നിലയ്ക്കുള്ള ഇൻവേഷനും സാധ്യതയില്ലാത്തതും തടഞ്ഞു നിർത്തുന്ന ഒരു സ്റ്റേറ്റ് ആണെന്നൊക്കെ പറയാൻ കൊള്ളാം. സത്യത്തിൽ ഒരു വിന്നബിലിറ്റി അല്ലേ BJPയുടെ ഇവിടുത്തെ തടസ്സം? BJPയുടെ വോട്ട് ഷെയർ കൂടിയേ വരുന്നത് നമ്മൾ ഗ്രാജുവലി അത് ഡെവലപ്പ് ചെയ്യാണല്ലോ, വലുതാവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ വിന്നബിലിറ്റി, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം എടുത്താൽ സുരേഷ് ഗോപി 1-2 വർഷമായിട്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. സുരേഷ് ഗോപി ജയിക്കുമെന്നൊരു ആംബിയൻസ് ഉണ്ടാക്കുന്നതിൽ BJPക്കും സുരേഷ് ഗോപിയുടെ PR-നും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി ഇതാ ജയിക്കാൻ പോകുന്നു, അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതനായ മനുഷ്യനാണ്, മനുഷ്യസ്നേഹിയാണ് എന്നൊക്കെയുള്ള ഒരു സംഗതി വർക്കായാൽ, വിന്നബിലിറ്റി വന്നാൽ വോട്ട് ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ട്. അവർ കൂടി വന്നു, അവർ കൂടി വിന്നബിലിറ്റിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. അങ്ങനെയാണെങ്കിൽ BJPക്ക് സംബന്ധിച്ച് കുറച്ചുകൂടി ആശാവഹമായ സിറ്റുവേഷനാണ്. അപ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടി
എന്ന ഒരു മൂഡ് സ്ഥാപിക്കുന്നതിൽ BJP ജയിച്ചോ ഇത്തവണ? അല്ല, ഈ കേരളത്തിലെ BJPക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അത് ഇപ്പോഴെന്നല്ല, അടുത്ത 10 വർഷത്തിന് ശേഷവും ഞാൻ കാണുന്നില്ല. നരേന്ദ്രമോദി അടുത്ത 10 വർഷം ഭരിച്ചാൽ പോലും കേരളത്തിൽ BJP അധികാരത്തിൽ വരില്ല. പക്ഷെ അവരുടെ സീറ്റുകൾക്ക് അവർക്ക് ജയിക്കാൻ പറ്റും. ഈ കേരളത്തിൽ പൊളിറ്റിക്കൽ വോട്ടുകളുണ്ട്. പൊളിറ്റിക്കൽ വോട്ടുകൾ മലബാർ ഭാഗത്തൊക്കെ പൊളിറ്റിക്കൽ വോട്ടുകളാണ്. ആ വോട്ടുകളൊന്നും BJPയിലേക്ക് പോകുന്നില്ല. കേരളത്തിൽ സ്വിങ് ചെയ്യുന്ന വോട്ടുകൾ എവിടെയാണ്? പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയാണ്. ഇപ്പോൾ BJPയുടെ A+ സീറ്റുകളൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ കിടക്കുന്ന ആ സീറ്റുകൾ, അത് അസംബ്ലിയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും അത്രയേ ഉള്ളൂ. അതുകൊണ്ട് BJP കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് ജയസൂര്യനോ അല്ലെങ്കിൽ ആരും വ്യാമോഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ BJPയുടെ വിന്നബിലിറ്റി നോക്കി കുറെ ആൾക്കാർ ഇവിടെ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. ഈഴവ വിഭാഗങ്ങളിൽ നിന്നും നസ്രാണി ക്രിസ്ത്യാനി വിഭാഗങ്ങളിൽ നിന്നും ഉൾപ്പെടെ. ആ നസ്രാണി ക്രിസ്ത്യാനികൾ മുസ്ലിം വിരോധത്തിന്റെ ഒരു പോയിന്റിൽ നിന്നാണ് അവർ വോട്ട് ചെയ്യുന്നത്, BJPക്ക് വോട്ട് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് BJPയോടുള്ള എന്തെങ്കിലും മമത കൊണ്ടല്ല. ആ പണിയെടുക്കുന്നത് അതിപ്പോൾ CPM ആണെങ്കിലും BJP ആണെങ്കിലും അത് വേറെ വിഷയം. പക്ഷേ ശരിയാണ്, ഇവിടെ പിന്നെ ഇത് വേറൊരു കാര്യം, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ നാഷണൽ പാർട്ടി എന്ന നിലയ്ക്ക് BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. തെലങ്കാന പോലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അഡ്വാൻറ്റേജ് പോലെ കേരളത്തിലും ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നാഷണൽ പാർട്ടിയായ BJPക്ക് വോട്ട് ചെയ്യാൻ ഒരു സാഹചര്യം, ഇപ്പോൾ LDF എന്ന CPM എന്ന പാർട്ടിക്ക് വോട്ട് ചെയ്താലും കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വോട്ട് ചെയ്താലും അത് ദില്ലിയിൽ ചെല്ലുമ്പോൾ ഒരു പാർട്ടിക്ക് ഒരു മുന്നണിയാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ BJPക്ക് എപ്പോഴും ലോക്സഭയിൽ അങ്ങനെ ഒരു എഡ്ജ് കണക്കാക്കാവുന്നതാണ്. പക്ഷെ ഞാൻ നോക്കുന്നത് ഈ പത്തനംതിട്ട പോലെയുള്ള സീറ്റുകൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്നാണ്. കാരണം പത്തനംതിട്ടയിലൊക്കെ ഇപ്പൊ ഈ അനിൽ ആന്റണിയെ പോലെ ഒരു ഇത്രയും മോശം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും BJPക്ക് കഴിഞ്ഞ തവണത്തെ വോട്ട് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് BJPക്ക് വളരെ ആശാവഹമായ ഒരു കാര്യമായിരിക്കും. ശരി. എന്തായാലും എക്സിറ്റ് പോളുകൾ ആ നിലയ്ക്ക് തന്നെ അച്ചട്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കുറേ അധികം ലോജിക്കൽ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. ലാൽകുമാർ, എനിക്ക് ഒരു തവണയോട് വരാൻ നിർവാഹമില്ല, സമയം പ്രശ്നമുണ്ട്, താങ്കൾ മനസ്സിലാക്കുമല്ലോ. എനിവേ, താങ്ക് യു CA ജയസൂര്യൻ, ഷാഫി ചാലിയൻ, ലാൽകുമാർ ആനന്ദ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.